എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ PV അൻവർ തെരഞ്ഞെടുപ്പ് ഫലത്തിലും ഹീറോ തന്നെ. മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും അൻവർ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഇരു മുന്നണികളുടെയും വോട്ട് അൻവർ ചോർത്തി. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്ന് പ്രവചിച്ചവരുടെ കണക്കുകൂട്ടലുകളെല്ലാം കാറ്റിൽ പറന്നിരിക്കുകയാണ്. അൻവർ ഒരു ഘടകമല്ലെന്നും LDFും UDFും നേരിട്ടാണ് ഏറ്റുമുട്ടുന്നതെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് ഇരു മുന്നണി നേതാക്കളും ഒരേ സ്വരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ അൻവറിന്റെ പ്രകടനം ഇരു മുന്നണികളും അംഗീകരിച്ചു. അൻവർ ക്യാമ്പ് കൂടുതൽ വോട്ട് പ്രതീക്ഷിച്ച വഴിക്കടവ്, എടക്കര, മൂത്തേടം, പോത്തുകൽ പഞ്ചായത്തുകളിലാണ് അൻവർ വോട്ട് പിടിച്ചത്. വഴിക്കടവിൽ നിന്ന് മാത്രം 3000-ലധികം വോട്ട് നേടി. അതേസമയം വഴിക്കടവ് പഞ്ചായത്തിൽ UDFിന് നല്ല സ്വാധീനമുള്ള മേഖലകളിലും അൻവർ കടന്നു കയറി. അമരമ്പലം, കരുളായി പഞ്ചായത്തുകളിലും ഭേദപ്പെട്ട നിലയിൽ വോട്ട് ലഭിച്ചു. എന്നാൽ നിലമ്പൂർ നഗരസഭയിൽ പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ല. നിലമ്പൂരിൽ LDFിനെ പരാജയപ്പെടുത്തുക, കൂടുതൽ വോട്ട് നേടി കരുത്തുകാട്ടുക അൻവർ ആഗ്രഹിച്ച രണ്ട് കാര്യവും യാഥാർത്ഥ്യമായതോടെ ഈ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരയായത് അൻവർ തന്നെയാണ്. ഇടതു വലത് മുന്നണികൾ അങ്ങേയറ്റം വാശിയോടെ മത്സരിച്ച ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് 20,000-ഓളം വോട്ടുകൾ നേടാനാവുക എന്നത് ഒട്ടും കുറച്ചു കാണാനാകില്ല. ഉപതെരഞ്ഞെടുപ്പിലെ ചലനമൊന്നുമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം തന്നെ ചോദ്യചിഹ്നമാകുന്ന സാഹചര്യം മറികടക്കാനും അൻവറിന് സാധിച്ചു. നിലമ്പൂരിലെ ജനതയ്ക്ക് തന്നിൽ എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് അൻവർ തെളിയിക്കുന്നതായി പോരാട്ടച്ചൂടിലും അൻവർ സ്വന്തമാക്കിയ 20,000-ഓളം വോട്ടുകൾ. 2021-ൽ LDF സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ 81,227 വോട്ടാണ് അൻവറിന് ലഭിച്ചത്. 2,700 വോട്ടിനായിരുന്നു വിജയം. കഴിഞ്ഞ 2 തവണയും അൻവറിന് സ്വന്തം നിലയ്ക്ക് ലഭിച്ച വോട്ടുകൾക്ക് ഒരിളക്കവും തട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല 5,000-ലേറെ വോട്ടുകൾ അധികം നേടാനുമായി. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലെല്ലാം അമിതമായ വിജയപ്രതീക്ഷയ്ക്ക് പകരം കൃത്യമായി താൻ ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് അൻവർ മുന്നോട്ട് വെച്ചത്. പിണറായി സത്തിനെതിരായ വോട്ടാണ് തനിക്ക് ലഭിക്കുകയെന്നാണ് ഓരോ സമയത്തും അൻവർ പറഞ്ഞിരുന്നത്. താൻ ജയിച്ചില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ജയിക്കണമെന്നും വോട്ടെടുപ്പിന് പിന്നാലെ പറഞ്ഞിരുന്നു. അങ്ങനെ അൻവർ ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങളും ഏതാണ്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതേസമയം നിലമ്പൂരിലെ മിന്നും പ്രകടനത്തിന്റെ തിളക്കത്തിൽ അൻവറിന് ഇനിയും UDFിനെ സമീപിക്കാനാകും. അതിനുള്ള സാധ്യതകൾ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പങ്കുവച്ചിട്ടുണ്ട്. അൻവർ കൂടെ നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും അൻവറിന് മുന്നിൽ ആരും വാതിൽ കൊട്ടിയടച്ചിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.